ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ കറിയാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് 1K ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വെറൈറ്റി വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ തുടർന്ന് ഇതേപോലെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ മീനകത്തോട്ട് ശകല അരപ്പൊന്ന് പുരട്ടി ഒന്ന് വറക്കണം. നമുക്ക് അതിനുള്ള അരപ്പ് ചേർത്തെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതിലേക്ക് ശകലം വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ രീതിയിൽ നമുക്ക് ഇതിനകത്തൊരു മസാല തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് എടുക്കാൻ വേണ്ടി മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ തല മാറ്റി വെച്ചിട്ട് ബാക്കി കഷ്ണങ്ങളെല്ലാം നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10-15 മിനിറ്റേക്ക് മാറ്റി വെക്കാം. അപ്പം മീൻ കറിക്ക് ആവശ്യത്തിന് ഞാൻ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 6 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വറുക്കാനായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന മീൻ പൂമീനാണ്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി നമുക്ക് അതിനകത്ത് ഈ മീൻ വറുത്ത ബാലൻസ് എണ്ണയുണ്ട്, അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മൊത്തം 2 ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4 പച്ചമുളക് ഇതിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരണം. ഞാൻ ഈ വെളുത്തുള്ളി തൊലിയോടാണ് എടുത്തേക്കുന്നത്. തൊലിയോട് തന്നെ കഴുകി ചതച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. നമുക്കിതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. എന്നിട്ട് നമുക്ക് ഇതിനുള്ള മസാല ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. നമുക്കിതിലേക്ക് ഒരു ബൗളിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം.
ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതിനുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അരപ്പിനകത്തൊന്ന് മൂത്ത് വരണം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വടക്കംപുളി ഒന്ന് തിളപ്പിച്ചതാണ് വെച്ചേക്കുന്നത്. ആ വെള്ളത്തോടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ അരപ്പ് കലക്കിയ പാത്രത്തിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ മീൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വടക്കംപുളി ആ വെള്ളത്തോടാണ് നമ്മൾ ഇടുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഒരു 4 കഷ്ണം വടക്കംപുളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ച് 4 കഷ്ണം വടക്കംപുളി വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പുളിയല്ല എല്ലാവരും ഇഷ്ടത്തിന് ചേർക്കുക. എനിക്കിവിടെ ഇപ്പോൾ ഒരുപാട് പുളി വേണ്ട, അതുകൊണ്ട് ഞാൻ പുളി വളരെ കുറച്ചാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 2 കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം കറിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മീനിൻ്റെ തല തന്നെ നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ബാക്കിയുള്ള പീസെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പയ്യെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ തലയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡും കൂടെ വേവാൻ വേണ്ടി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്നും കൂടെ ഒന്നും കൂടെ അടച്ചു വെക്കാം. നമുക്കൊരു 5 മിനിറ്റിനകത്ത് നമ്മളെ കറിയൊക്കെ റെഡിയാവും. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.